ആകാശവാണി നമസ്കാരം. വാർത്താവീക്ഷണം. ഇന്ത്യയുടെ നീല സമ്പദ് വ്യവസ്ഥ തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം മേധാവി ലെമി ജി നായർ. അവതരണം സീന ആന്റണി. സമുദ്രമേഖല സംബന്ധിച്ച് നിതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യോൽപാദന രാജ്യമാണ് ഇന്ത്യ. ആഗോള ഉൽപാദനത്തിൽ 8% ഇന്ത്യയുടെ പങ്ക്. ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖല ഏകദേശം 30 ദശലക്ഷം ഉപജീവന മാർഗങ്ങളെ പിന്തുണയ്ക്കുകയും കയറ്റുമതിയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ മത്സ്യബന്ധന ഉൽപ്പന്നങ്ങൾ 60,523 കോടി രൂപയുടെ വരുമാനം നേടി. ആഴക്കടലിലും കടൽത്തീര മത്സ്യബന്ധനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള തന്ത്രം എന്ന വിഷയത്തിൽ നിതി ആയോഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ. ഇന്ത്യയുടെ നീല സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നീല സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശ്രീവിജയപുരം സന്ദർശിച്ച് പൈലറ്റ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി, തൊഴിൽ എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് സമുദ്രശാസ്ത്രത്തിന്റെയും ബയോടെക്നോളജിയുടെയും സംയോജനം ഏറെ വലുതാണെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചുവപ്പുകോട്ടയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ ആഴക്കടൽ ദൗത്യ പ്രഖ്യാപനങ്ങൾ സമുദ്ര വിഭവങ്ങൾക്ക് നൽകുന്ന ദേശീയ മുൻഗണനയെ അടിവരയിടുന്നതായും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നീല സമ്പദ് വ്യവസ്ഥയും ഉപജീവന മാർഗവും ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രധാന സമുദ്ര സാങ്കേതിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായാണ് കേന്ദ്രമന്ത്രി അടൽ സെന്റർ ഫോർ ഓഷ്യൻ സയൻസസ് ആൻഡ് ടെക്നോളജി ഫോർ ഐലൻഡ്സ് സന്ദർശിച്ചത്. ലോകത്തിലെ മികച്ച സമ്പദ് വ്യവസ്ഥകളിലൊന്നായി രാജ്യം അതിവേഗം മാറുമ്പോൾ ഇന്ത്യയുടെ ഭാവിയിലെ സാമ്പത്തിക മൂല്യവർധന ഉപയോഗിക്കപ്പെടാത്ത സമുദ്ര വിഭവങ്ങളിൽ നിന്നായിരിക്കുമെന്ന് ചടങ്ങിൽ ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും ദൗത്യത്തിലെ പങ്കാളികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. നീല സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും ദ്വീപ് പ്രദേശങ്ങളും തീരദേശ പ്രദേശങ്ങളും ഉപേക്ഷിച്ച് വൻകരയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയ്ക്ക് ഒറ്റയ്ക്ക് വികസിക്കാൻ കഴിയില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പോർട്ട് ബ്ലെയറിൽ ഡോളിഗഞ്ചിലെ ശ്രീ വിജയപുരത്ത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ ഒരു യൂണിറ്റായ അടൽ സെന്റർ ഫോർ ഓഷ്യൻ സയൻസസ് ആൻഡ് ടെക്നോളജി ഫോർ ഐലൻഡ്സിൽ നടന്ന പരിപാടിയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ബിഷ്ണുപദ റേ, ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ, ആൻഡമാൻ നിക്കോബാർ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, NIOT, മറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, പ്രാദേശിക വകുപ്പുകളുടെയും സ്വയം സഹായ ഗ്രൂപ്പുകളുടെയും പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പാർലമെന്റിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ സുസ്ഥിരവും ഊർജ്ജസ്വലവുമായ പ്രാതിനിധ്യത്തെ പ്രശംസിച്ച മന്ത്രി ദേശീയ ശ്രദ്ധയും വിഭവങ്ങളും ദ്വീപ് വികസനത്തിലേക്ക് നയിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിരന്തരമായ വാദങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 2014 മുതൽ വടക്ക് കിഴക്കൻ മേഖലയ്ക്കും ദ്വീപ് പ്രദേശങ്ങൾക്കും പ്രധാനമന്ത്രി ഏറ്റവും ഉയർന്ന മുൻഗണന നൽകിയിട്ടുണ്ടെന്നും മേഖലയിലെ ശാസ്ത്രീയ ഭരണ മന്ത്രിതല ഇടപെടലുകളുടെ തോതിൽ ഇപ്പോൾ ഈ മാറ്റം വ്യക്തമായി കാണാൻ കഴിയുമെന്നും ഓർമ്മിപ്പിച്ചു. നീല സമ്പദ് വ്യവസ്ഥയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അടിവരയിടുന്ന തരത്തിൽ ചുവപ്പുകോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഒരു തവണയല്ല 2 തവണ ദൗത്യം പ്രഖ്യാപിച്ചത് അഭിമാനകരമായ കാര്യമാണെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പരമ്പരാഗത വിഭവങ്ങൾ തീർന്നു പോകുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാപാത നിലനിർത്തുന്നതിൽ ഏറെക്കാലമായി പര്യവേഷണം ചെയ്യപ്പെടാത്ത സമുദ്ര വിഭവങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, കയറ്റുമതി, പരിസ്ഥിതി, സുസ്ഥിരത, മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നീല സമ്പദ് വ്യവസ്ഥ ഗണ്യമായ സംഭാവന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ ആരംഭിച്ചതും പ്രദർശിപ്പിച്ചതുമായ പ്രധാന സംരംഭങ്ങൾ മന്ത്രി എടുത്തു പറഞ്ഞു. അവയിൽ കടൽ മത്സ്യങ്ങളുടെ തുറന്നകൂട് കൃഷിയും വലിയ തോതിലുള്ള കടൽപ്പായൽ കൃഷിയും പൈലറ്റ് തോതിൽ നടപ്പിലാക്കി. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള സർക്കാരിന്റെയും മുഴുവൻ സമൂഹത്തിന്റെയും സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്ന
സാങ്കേതിക കൈമാറ്റം ഇതിനകം നടന്നതിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു. ആൻഡമാൻ നിക്കോബാർ മേഖലയ്ക്ക് മാത്രമുള്ള ചില സമുദ്ര ഇനങ്ങളും തീരദേശ സ്വത്തുക്കളും അത്തരം പദ്ധതികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബയോ E3 സമ്പദ്വ്യവസ്ഥ, പരിസ്ഥിതി, തൊഴിൽ എന്നിവയ്ക്കുള്ള ബയോടെക്നോളജി എന്ന സമർപ്പിത ബയോടെക്നോളജി നയമുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്ലാസ്റ്റിക്കിന് പകരം ജൈവ വിഭവങ്ങൾ, പുതിയ ഔഷധ സംയുക്തങ്ങൾ, ഉയർന്ന മൂല്യമുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ എന്നിവ നൽകാൻ സമുദ്ര ജൈവ വിഭവങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം സംരംഭങ്ങൾ ഒരേ സമയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ജൈവ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജന്തുജന്യമല്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ബദൽ സമുദ്രാധിഷ്ഠിത പോഷകാഹാരം, മാലിന്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് മാറ്റുന്ന സാങ്കേതിക വിദ്യകൾ, കയറ്റുമതി അധിഷ്ഠിത സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളെക്കുറിച്ചും കേന്ദ്ര സഹമന്ത്രി ഓർമ്മിപ്പിച്ചു. സ്വയം സഹായ ഗ്രൂപ്പുകളും സ്ത്രീ പങ്കാളിത്തവും വർദ്ധിപ്പിക്കണമെന്നും അതുവഴി ഈ സംരംഭങ്ങൾ ഗാർഹിക വരുമാനത്തെ പൂരകമാക്കണമെന്നും പ്രാദേശികതയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം, ആഗോളതയ്ക്ക് വേണ്ടിയുള്ള പ്രാദേശികത എന്നീ കാഴ്ചപ്പാടുകൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയുടെ ശക്തമായ വളർച്ചാപാതയെ അടിസ്ഥാനമാക്കി ഭരണം ശക്തിപ്പെടുത്തുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗരേഖ റിപ്പോർട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നയപരിഷ്കരണം, അടിസ്ഥാന സൗകര്യ വികസനം, സുസ്ഥിരത, ധനസഹായം, സമൂഹ ശാക്തീകരണം എന്നിവയിലെ സംയോജിത ഇടപെടലുകളിലൂടെ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ ഇന്ത്യയെ ആഗോള നേതൃസ്ഥാനത്തെത്തിക്കുക, തീരദേശ സമൂഹങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കുക, രാജ്യത്തിന്റെ നീലസമ്പദ് വ്യവസ്ഥ എന്ന ദർശനത്തിന് ഗണ്യമായ സംഭാവന നൽകുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. റിപ്പോർട്ട് പ്രകാശനത്തോടൊപ്പം നിതി ആയോഗ് 18 സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനവും കയറ്റുമതിയും പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ തന്ത്രവും മുന്നോട്ടുള്ള വഴിയും എന്ന വിഷയത്തിലുള്ള സാങ്കേതിക സെഷനിൽ ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും നിന്നുള്ള അവതരണങ്ങളുണ്ടായിരുന്നു. തുടർന്ന് നിയന്ത്രണ പരിഷ്കാരങ്ങൾ, ഗവേഷണം, ധനസഹായം, കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ വിശിഷ്ട പാനലിസ്റ്റുകൾ പങ്കെടുത്ത വിഭവ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും നടന്നു. ശാസ്ത്രജ്ഞരുടെയും പ്രാദേശിക പങ്കാളികളുടെയും ഉത്സാഹത്തിനും സമർപ്പണത്തിനും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് നന്ദി പറഞ്ഞു. CSIRന്റെയും ബയോടെക്നോളജി ഗവേഷണ കേന്ദ്രങ്ങളുടെയും പങ്കാളിത്തം ഉൾപ്പെടെ സ്ഥാപനപരമായ സഹകരണത്തോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി സംരംഭങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി ഉയർന്നുവരാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. മേഖലയുമായുള്ള സുസ്ഥിരമായ ഇടപെടലിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ശ്ലാഘനീയമാണ്. ഈ ശ്രമങ്ങൾ ദ്വീപുകൾക്ക് ദീർഘകാല ശാസ്ത്രീയ, പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഇന്ത്യയുടെ നീലസമ്പദ് വ്യവസ്ഥ. തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രാദേശിക വാർത്താ വിഭാഗം മേധാവി ലെമി ജി നായർ.